ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 33-ാം വാക്യം. എന്നാൽ ഒരു സമറിയക്കാരൻ യാത്രാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. ശത്രുവിഭാഗത്തിൽ കരുതപ്പെട്ടിരുന്ന ഒരുവനാണ് ആവശ്യ സമയത്ത് ഉപകാരിയായി മാറുന്നത്. നല്ല സമറിയക്കാരൻ്റെ ഉപമയുടെ ഒരു ഭാഗമാണിത്. കഥ നമുക്കറിയാം. ഇംഗ്ലീഷിൽ പറയാറുണ്ട്, എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. ആവശ്യ സമയത്ത് സഹായിക്കുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. സുഹൃത്തായോ പരിചയക്കാരനായോ ബന്ധുവായോ ഒക്കെ ഒരാൾ പരിഗണിക്കപ്പെടേണ്ടത് പുറം ഭംഗികളുടെ പേരിലല്ല, മറിച്ച് അയാളുടെ മനസ്സിൻ്റെ നന്മയുടെ പേരിലാവണമെന്നുകൂടി ഈശോ ഈ കഥയിലൂടെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരെയും അന്യനായി, എതിർപക്ഷത്ത് നിൽക്കുന്നവനായി, ശത്രുവായി മാറ്റി നിർത്താൻ പാടില്ല. ചിലപ്പോൾ ഒരത്യാവശ്യത്തിൽ ഒരു ശത്രുവിനെ പോലെ കരുതപ്പെടുന്ന ഒരാളായിരിക്കാം നമ്മളെ സഹായിക്കാൻ മുമ്പോട്ട് വരുന്നത്. ശത്രുവിനെ പോലും മനുഷ്യ സ്നേഹമുള്ളവനാക്കാൻ, മനുഷ്യനാക്കാൻ, ദൈവികനാക്കാൻ ദൈവം അവൻ്റെ ഉള്ളിൽ കരുണ എന്ന ഒരു കാര്യം നിക്ഷേപിച്ചിരിക്കുന്നു. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ അതുണ്ട്. ഒരുപക്ഷെ ശത്രുവായിരിക്കാം ആപത്തിൽ നമുക്ക് ഉപകരിക്കപ്പെടുക. അതുകൊണ്ട് ആരെയും ശത്രുവായി എന്നേക്കുമായി മാറ്റി നിർത്തുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകാതിരിക്കട്ടെ. എല്ലാവരെയും സ്നേഹിതരെയും സഹോദരങ്ങളെയും പോലെ കാണാം. ആമേൻ.